ഇന്നിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ജമീമ എന്നടിക്കുക. അപ്പോൾ ഗൂഗിളിൻ്റെ സജഷൻ വരുമല്ലോ, ആദ്യം വരുന്ന സജഷൻ എന്താ അറിയുമോ? ജമീമ റോഡ്രിഗസ് റിലീജിയൻ. ഗൂഗിളിൻ്റെ ഓട്ടോ സജഷൻ വരുന്നത് ഇമ്രാൻഖാൻ്റെ ഭാര്യ പോലെ എല്ലാവരും. ഇത് എന്തിനാണ് ഇങ്ങനൊരു എനിക്കതാണ് ചോദിക്കുന്നത്, എന്തിനാണ് പ്രിയ മിത്രങ്ങളെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? ഓരോ നിമിഷവും ഉത്തിഷ്ട ജാഗ്രതരായി മസിൽ പിടിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ. എന്തിനത്? ദാണ്ടേ അവൻ വരുന്നു, ദാണ്ടേ ഇവൻ വരുന്നു, മതപരിവർത്തനം വരുന്നു, മറ്റേ പ്രെയർ അസംബ്ലി വരുന്നു, ജിഹാദി വരുന്നു, ലാൻഡ് ജിഹാദി വരുന്നു, ലവ് ജിഹാദി വരുന്നു, ഹലാൽ ജിഹാദി വരുന്നു. ഇതിനെല്ലാം ഇങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി മസിൽ പിടിച്ച് നിൽക്കുക സർവ്വസമയവും. ഇതല്ലാതെ വല്ല ഉണ്ടോ? ഇതാണ് ഒരു RSSകാരൻ ഒരു മിത്രത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്നലെ വന്നൊരു വാർത്ത കണ്ടായിരുന്നു, നമ്മുടെ അലിഗഡിൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചു. അക്ഷരമൊക്കെ തെറ്റാണ്, മുഹമ്മദിലെ സ്പെല്ലിങ്ങൊക്കെ തെറ്റാണ്. എന്താ അറിയില്ല, പോലീസുകാർ ഇത് തെറ്റായി എഴുതിയോണ്ടാണ് എന്തോ അറിയില്ല, പോലീസുകാർ പിന്തുടർന്നു, ആളുകൾ പിടിച്ചു നോക്കുമാരാണ് മുഴുവൻ മിത്രങ്ങളാണ്. അക്ഷരത്തെറ്റാണെങ്കിൽ ഉറപ്പാണ്. മുഴുവൻ മിത്രങ്ങളാണ്. 2 ആഴ്ച മുമ്പ് നമ്മുടെ ഗുൽബർഗയിൽ നിന്ന് വാർത്ത ശ്രദ്ധിച്ചു. അവിടെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത് പണിയുന്നത്. അവിടുത്തെ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കിയില്ലേ? ഇത് എന്തൊരു ജീവിതമാണ് മിത്രങ്ങളെ? ഇതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ ഈ മിത്രങ്ങളുടെ തോളി പിടിച്ച് നടക്കുന്ന ആളുകൾ, അവർക്കാണ് ജമീമ റോഡ്രിഗസിൽ പാഠമുള്ളത് ഉണ്ടല്ലോ. നമ്മൾ ഈ ക്രിസംഖികൾ എന്ന് പറയുന്ന ടീം, ഇതൊന്ന് ആലോചിച്ചു. ഒരു ചെറുപ്പക്കാരി ഉയർന്നു വരുന്ന ഒരു സ്പോർട്ടിംഗ് സ്റ്റാർ, അവരുടെ അച്ഛൻ പ്രെയർ അസംബ്ലി നടത്തിയതിൻ്റെ പേരിൽ ഇവരെ കൺവേർഷൻ ജിഹാദി എന്നാണ് വിളിച്ചത്. അത് ഈ കൺവേർഷൻ ജിഹാദി എന്ന് ഈ റോഡ്രിഗസ് എന്നുള്ള പേര് എല്ലായിടത്തും വരുന്നില്ല. ജമീമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് മറ്റേ ഐറ്റാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ